ഷാലോമിൻ്റെ ഏറെ പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലൂടെ ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനാണ്. അമേരിക്കൻ ജനതയ്ക്ക് വളരെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു ജോൺ എഫ് കെന്നഡി. ടെക്സസിൽ വെച്ചിട്ട് ആകസ്മികമായിട്ട് വെടിയേറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിലെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലെ താഴെ പറയുന്ന ഒരു കൊച്ചു വാചകം എഴുതി വച്ചിട്ടുണ്ട്: ഫോർ മെനി ഹിയർ ഇസ് ദ എൻഡ്, ബട്ട് ഫോർ മീ ഹിയർ ഇസ് ദ ബിഗിനിങ്. ലോകത്തിലെ ഒരുപാട് മനുഷ്യർക്ക് ഈ കല്ലറ ജീവിതത്തിൻ്റെ അവസാനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. പരലോകത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടുള്ള ദൃഢവിശ്വാസിയായ ഒരു ക്രിസ്ത്യാനിയുടെ മനോഗതമാണ് ഈ വാക്കുകളിലെ നിറഞ്ഞ് നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ നമ്മുടെ മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു പൈശാചിക ബന്ധനമുണ്ട്. മരണശേഷം ഒന്നും സംഭവിക്കില്ല. ഒരുപക്ഷെ മരണത്തെ കൂസാതെ അല്ലെങ്കിൽ മരണശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ലാതെ ജീവിക്കുന്നവരുടെ എണ്ണം നമുക്ക് ചുറ്റും വർദ്ധിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന ലൗകായികമായിട്ടുള്ള ചിന്താഗതികളുടെ ഒക്കെ പിറകിലെ ഈ ലോക ജീവിതം മരണത്തോടെ അവസാനിക്കുമെന്നുള്ള മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ്. ഒരുപക്ഷെ അതേക്കുറിച്ചുള്ള ചില ചിന്തകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ ദിവസം ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 19 തുടങ്ങി 31 വരെയുള്ള തിരുവചനങ്ങൾ ധനവാന്റെയും ലാസറിൻ്റെയും വിഖ്യാതമായ കഥയാണ്. യേശു തന്നെ നമ്മെ പഠിപ്പിച്ച മനോഹരമായിട്ടുള്ള ഒരു ജീവിതകഥ. ഒരുപക്ഷെ ഈ 19 തുടങ്ങി 31 വരെയുള്ള തിരുവചനങ്ങൾ സസൂക്ഷ്മം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിന് 3 ഭാഗങ്ങളുണ്ട്. 19 തുടങ്ങി 23 വരെയുള്ള തിരുവചനങ്ങൾ ധനവാനും ലാസറും തമ്മിലുള്ള ജീവിത സാഹചര്യങ്ങളിലെ വ്യത്യാസമാണ് വരച്ചു കാട്ടുന്നത്. 24 തുടങ്ങി 26 വരെയുള്ള തിരുവചനങ്ങൾ രണ്ടാം ഭാഗം മരണശേഷം സംഭവിക്കുന്ന കീഴ്മേൽ മറിച്ചിലാണ്. 27 തുടങ്ങി 31 വരെയുള്ള തിരുവചനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം നൽകുന്ന ഒരു വലിയ ആഹ്വാനമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പരലോകം മുന്നിൽ കാണാതെ ജീവിച്ചാലേ അവർക്ക് സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള അബ്രഹാമിൻ്റെ ഇടപെട്ടുള്ള ആഹ്വാനമാണ്. ഞാൻ ഈ സുവിശേഷ പാഠത്തെ ധ്യാന വിഷയമാക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യ ഭാഗം 19 തുടങ്ങി 23 വരെയുള്ള തിരുവചനങ്ങൾ. ഒരിടത്ത് ഒരു ധനവാൻ ജീവിച്ചിരുന്നു. ആ ധനവാന്റെ പേരിനെ കുറിച്ച് കർത്താവ് ഒന്നും സംസാരിക്കുന്നില്ല. ആ പേര് എൻ്റെയും നിങ്ങളുടെയും പേരാകാനാണ് സാധ്യത. കാരണം അവന് എതിരെ താമസിക്കുന്നവന്റെ പേര് കർത്താവ് കൃത്യം പറഞ്ഞു. അവൻ്റെ ലാസർ എന്നാണ് അവൻ്റെ പേര്. പക്ഷെ ധനവാന്റെ പേര് പറഞ്ഞില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ പേര് പറയാത്ത ധനവാൻ എന്നിലും നിങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മോഹങ്ങളോടുള്ള അടിമത്തമാണ് തിരിച്ചറിയുക. ഒരുപക്ഷെ ഞാനും നിങ്ങളും അറിയാതെ ഈ ലോകത്തിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധൂർത്തിൻ്റെയും ആർഭാടങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഈ പേരില്ലാത്ത ധനവാൻ. ഈ പേരില്ലാത്ത ധനവാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ തട്ടിൽ പിതാവാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളാണ്. നമുക്ക് ശ്രദ്ധയോടുകൂടെ ഈ വചനം ധ്യാനിക്കാം. ധനവാനെക്കുറിച്ച് സുവിശേഷം പറയുന്നത് 3 വിശേഷണങ്ങളാണ്. അവൻ ചുമന്ന പട്ട് ധരിച്ചവനാണ്.
തീർച്ചയായിട്ടും എന്നെ ഉറപ്പായിട്ട് ഇതിൽ പെടുത്താം. 2, അവൻ മൃദുല വസ്ത്രം ധരിച്ചവനാണ്. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് തോന്നുന്നു കിട്ടാവുന്നതിൽ ഏറ്റവും നേർത്ത വസ്ത്രമാണ് എൻ്റെ വേഷവിധാനം. 3-മതായിട്ട് പറയുന്നു, അവൻ സുഭിക്ഷമായിട്ട് തിന്ന് കുടിച്ച് മതിച്ചവനാണ്. ഞാൻ ഈ 3 ലക്ഷണങ്ങൾ എടുത്തുകൊണ്ട് ആത്മശോധനയ്ക്ക് നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയങ്കരായിട്ടുള്ള ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ കർത്താവ് മനസ്സിൽ സ്വപ്നം കണ്ട ഈ ധനാഢ്യന്റെ തുടർക്കഥകളാണെന്ന് തിരിച്ചറിയുക. ചുമന്ന പട്ടുടുത്തവരെ, മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവരെ, ആഘോഷമായിട്ട് തിന്നു കുടിച്ച് ഉല്ലസിച്ച് മതിക്കുന്നവരെ. ദരിദ്രനായ ലാസറിനെ കുറിച്ച് കർത്താവ് പറയുന്നത് ഏറെ വൈരുദ്ധ്യം നിറഞ്ഞ വിശേഷണങ്ങളാ. അവൻ വ്രണങ്ങൾ കൊണ്ട് വികലമാക്കപ്പെട്ടവനാണ്. ഇത് ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു. ഒരുപക്ഷെ ഈ വ്രണങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ദുരന്തങ്ങളാണ്. രോഗികളായിട്ടുള്ളവരെ, സാമ്പത്തിക പരാധീനതയുള്ളവരെ, കിടപ്പാടമില്ലാത്തവരെ, എന്നെയും നിങ്ങളെയും വ്രണപ്പെടുത്തുന്ന ധാരാളം മുറിവുകളുണ്ട്. വ്രണപ്പെട്ട മനുഷ്യരെ. 2, അവൻ ഈ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം കൊണ്ട് വിശപ്പടക്കാൻ മോഹിച്ചവനാണ്. സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ ദുരന്തങ്ങൾ കാണാൻ കഴിവില്ലാതെ പോകുന്ന നമ്മുടെ അന്ധതയുണ്ട്. ഞാൻ നടത്തുന്ന വിവാഹാഘോഷങ്ങൾ, ഞാൻ നടത്തുന്ന പുരപണികൾ, എന്തിനേറെ ഞാൻ പറയും നമ്മൾ പണിയുന്ന പള്ളികൾ. ഒരുപക്ഷെ ആർഭാടങ്ങളുടെയും ആഘോഷങ്ങളുടെയും ദൂർത്തിൻ്റെ ഒക്കെ നടുവിലെ നമ്മുടെ വീടിൻ്റെ പടിക്കൽ കിടക്കുന്ന കാണാതെ പോകുന്ന ദരിദ്രനായ ഒരു ലാസർ. ആരും തിരിഞ്ഞു നോക്കാത്ത ലാസറിൻ്റെ വ്രണങ്ങൾ നക്കിത്തുടയ്ക്കാൻ പട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും മുൻപിലെ ഈ ചിത്രം ഇന്നും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില പത്രവാർത്തകളൊക്കെ കാണുമ്പോൾ മനുഷ്യർ തിരിഞ്ഞു നോക്കാത്തവരെ മൃഗങ്ങൾ ശുശ്രൂഷിക്കുന്നത് പോലെ ഉള്ള ചിത്രങ്ങൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. ധനവാൻ മരിച്ചു, അവനെ അടക്കിയെന്നാണ് സുവിശേഷം പറയുന്നത്. ആ അടക്കം അവൻ്റെ ഒടുക്കമായിരുന്നു. അവൻ അടക്കിയെന്നാണ് പറയുന്നത്. ധനവാൻ മരിച്ചു, അവനെ അവർ അടക്കി. ലാസറിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ലാസർ മരിച്ചു, മാലാകമാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് സംവഹിച്ചു. സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയൊക്കെ മരണശേഷം സംഭവിക്കുന്നത് എന്താണോ അതേക്കുറിച്ചുള്ള ചില ഓർമ്മക്കുറിപ്പുകളാണിത്. എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളൊക്കെ മരിക്കുമ്പോൾ അടക്കപ്പെടാനുള്ളവരാ. നമ്മൾ വാങ്ങിച്ചിട്ട കല്ലറകൾ, ഒരുപക്ഷെ നമ്മൾ പണിയിപ്പിച്ചു വെച്ച പെട്ടികൾ, നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഉടയാടകൾ, വസ്ത്രങ്ങൾ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, സ്വർണം നിധി കാക്കുന്നത് പോലെ ഈ ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരുപക്ഷെ മനുഷ്യരായിട്ട് ഞാനും നിങ്ങളൊക്കെ തരം താഴാറുണ്ട്. ഒരിക്കൽ പോലും ലാസറിനെ കണ്ടില്ല എന്നുള്ളതാണ് ധനവാന്റെ ഏറ്റവും വലിയ വൈകല്യം. അവന്റെ വീട്ടുപടിക്കൽ കിടന്നിരുന്ന ലാസറിനെ ഒരിക്കലും അവന് കാണാൻ കഴിഞ്ഞില്ല. ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വലിയ ചിന്ത ഇതിനൊരു സാമൂഹിക മാനം മാത്രമാണ്. പക്ഷേ ഈ സുവിശേഷ ഭാഗം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവം എനിക്ക് ഒരു അനുഭവം കൂട്ടിന് തന്നു. ഞാൻ അറിയുന്ന വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു സിമൻറ്റ് പണിക്കാരൻ, ഞാനുമായിട്ട് വളരെ സൗഹൃദമുള്ളൊരു മനുഷ്യനാണ്. അയാളുടെ കുടുംബജീവിത തകർച്ചയാണ് അയാളുമായിട്ടുള്ള സൗഹൃദത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. എന്നെ കാണാൻ വന്നു, തിരക്ക് പിടിച്ച് അയാൾ പോവുകയാണ്, പോക്കറ്റ് തടിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു? അയാൾ പറഞ്ഞു, പണി കഴിഞ്ഞ് പോവുകയാണ്, തിരക്കുണ്ട്, ഭയങ്കര ബഹളമാണ് എനിക്ക്. ഞാൻ ചോദിച്ചു, എന്ത് കൂലിയുണ്ട്? 750 രൂപ കൂലി കിട്ടുന്നുണ്ട്. അദ്ദേഹം ഈ സിമൻറ്റ് പണിയിൽ വളരെ വൈദഗ്ധ്യം നിറഞ്ഞ ചില പണികൾ ചെയ്യുന്ന ഒരു കൊത്തുവേലക്കാരനാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു,
കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, പിതാവ് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് കൊടുക്കും വീട്ടിലെ? എന്നോട് പറഞ്ഞു, ഞാൻ 100 രൂപയാണ് കൊടുത്തിരുന്നത്, ഇപ്പം ഞാൻ 50 കൂടെ കൂട്ടി 150 കൊടുക്കുന്നു. ബാക്കി 600 എന്ത് ചെയ്യുന്നുവെന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി ഉറപ്പായിരുന്നു. ഒരുപക്ഷെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ധനവാന്റെയും ലാസറിന്റെയും കഥ വായിക്കുമ്പോൾ വീട്ടുപടിക്കൽ കിടന്ന ലാസർ പുറത്ത് എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ സംഭവം എന്നെ പഠിപ്പിച്ച ഒരു ദൈവിക പ്രേരണ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ തന്നെ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ കഴിയുന്ന ജീവിത പങ്കാളിയും മക്കളും ഉണ്ട്. ഈ മനുഷ്യന് ഭാര്യയുണ്ട്, ഈ മനുഷ്യന് 4 കുഞ്ഞുങ്ങളുണ്ട്. 4 മക്കളുള്ള ഒരു കുടുംബം പോറ്റാൻ വിളിക്കപ്പെട്ട അപ്പനാണ് 150 രൂപ ഭാര്യയുടെ കയ്യിൽ നേർച്ചയിട്ടിട്ട് 600 രൂപ സുഭിക്ഷമായിട്ട് തിന്നുകുടിച്ച് മതിച്ച് നടക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരും ധനാഢ്യരായിട്ടുള്ള മനുഷ്യരൊന്നുമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ നമ്മുടെ സ്വാർത്ഥതകൾ ആഘോഷമായിട്ട് കൊണ്ടാടുന്നവരെ, ഒരു പെഗിൻ്റെ 2 പെഗിൻ്റെ, ഒരു ബോട്ടിലിൻ്റെ 2 ബോട്ടിലിൻ്റെ വഴിയിൽ വിവരമില്ലാതെ കിടക്കുന്നവൻ്റെ ഒക്കെ കഥകൾ ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ കഥയിലെ ധനവാൻ അവരൊക്കെയാണ്. സ്വന്തം ഭാര്യയ്ക്ക് അർഹതപ്പെട്ടത്, സ്വന്തം മക്കൾക്ക് അർഹതപ്പെട്ടത് അന്യാധീനപ്പെടുത്തുന്ന വിധത്തിൽ ജീവിതം ആഘോഷമായിട്ട് ആർഭാടമായിട്ട് ദൂർത്തടിച്ച് മതിച്ച് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചല്ലേ കർത്താവ് ഇത് പറയുന്നത്. ഞാൻ സമയക്കുറവ് കൊണ്ട് 2ാം ഭാഗത്തിലേക്ക് കടക്കുക. 2ാം ഭാഗത്തിൽ പറയുന്നു, തലകീഴ് മറിഞ്ഞ ഒരു വിധിയുടെ നിയോഗമാണത്. സത്യം പറഞ്ഞാൽ മരിക്കുന്നത് വരെ പടിക്കൽ കിടന്ന ലാസറിനെ കാണാതെ പോയ ധനവാൻ നരകത്തിയിൽ വേദന അനുഭവിക്കുമ്പോൾ അങ്ങകലെ ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നത് കണ്ടു എന്നാണ് സുവിശേഷം പറയുന്നത്. ഒരുപക്ഷെ വൈകി വന്ന വിവേകം, ജീവിതകാലത്ത് അവനെ കണ്ടിരുന്നുവെങ്കിൽ ഈ വിധി വ്യത്യാസപ്പെടുമായിരുന്നു. പക്ഷെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ലാസറിനെ കാണാതെ പോവുകയും മരിച്ച ശേഷം നരകത്തിലെ യാതന അനുഭവിക്കുമ്പോൾ അബ്രഹാമിന്റെ മടിയിലെ ലാസറിനെ കാണുകയും ചെയ്തു. ധനവാൻ അബ്രഹാമിനോട് ചോദിക്കുന്ന യാചനകൾ: 1, എന്നിൽ കനിയണമേ; 2, ലാസറിനെ എൻ്റെ അടുക്കിലേക്ക് അയക്കണമേ; 3, ലാസറിൻ്റെ വിരലിൻ്റെ തുമ്പിൽ നനവുള്ള വെള്ളം എൻ്റെ നാവിൽ തൊടുവിക്കണമേ. വിശന്നു പൊരിഞ്ഞ ലാസറിനെ ഒരിക്കലും ജീവിതത്തിലെ ഉച്ഛിഷ്ടം പോലും കൊടുക്കാത്ത ധനവാൻ നീതിക്ക് വേണ്ടി കേഴുകയാണ്. സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അബ്രഹാം അതിന് കൊടുക്കുന്ന മറുപടി വളരെ വളരെ പ്രസക്തമാണ്. നീ ജീവിതകാലത്ത് സുഖിച്ചു, അന്ന് ലാസർ കഷ്ടപ്പെട്ടു. നീ ജീവിതകാലത്ത് ഒരിക്കലും ലാസറിനെ ഓർത്തില്ല. നിനക്ക് വൈകി വന്ന ഈ വിവേകം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സ്നേഹമുള്ള നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ വലിയ ദുരന്തം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനും നിങ്ങളുമൊക്കെ മരിച്ച ശേഷം വിവേകമുദിക്കാൻ കാരണമാകരുത്. നമുക്ക് മരിക്കുന്നതിന് മുൻപ് വിവേകത്തോടുകൂടി ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അറിവ് പ്രയോജനകരമാകണമെങ്കിൽ അത് തിരിച്ചറിവാകണം. അറിവുള്ള മനുഷ്യൻ വിവേകിയായിട്ട് ജീവിക്കണമെങ്കിൽ തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ അവൻ പഠിക്കണം. ഒരുപക്ഷെ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സഹോദരങ്ങൾ തമ്പുരാൻ എനിക്ക് ഉത്തരം എഴുതാൻ തന്ന ചോദ്യക്കടലാസാണെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. ഈ ഉത്തരക്കടലാസിൽ ഞാനും നിങ്ങളും എഴുതുന്ന ഉത്തരങ്ങളാണ് മരണശേഷം എൻ്റെ ജീവിതത്തെ വിലയിരുത്തപ്പെടുന്നതിന് കാരണമാകുന്നത്. ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിലെ നിത്യവിധി കണ്ടവരും കാണാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചു. ഞാൻ കിടപ്പാടമില്ലാത്തവനായിരുന്നു, നീ എനിക്ക് കൈത്താങ്ങായി.
സ്നേഹമുള്ള സഹോദരങ്ങൾ, ജീവിതകാലത്ത് നമ്മുടെ സഹോദരങ്ങളുടെ ദുരന്തങ്ങൾ കാണാനും ആ ദുരന്തങ്ങളിൽ ഇടപെടാനും ആ ദുരന്തങ്ങളോട് പ്രതികരിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് സ്വാർത്ഥതയോടുകൂടി ആഘോഷിക്കാനുള്ള അവസരമല്ല. അത് ഉത്തരവാദിത്വത്തോടുകൂടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു തീർക്കാനുള്ള സന്മനസ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നന്മ പ്രവർത്തികൾക്ക് നമ്മൾ സഹകരിക്കണം. ഷാലോമിൻ്റെ ഈ സുവിശേഷ വേല ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ട് നടത്തപ്പെടുന്നു. ഈ സുവിശേഷ വേലയുടെ ഫലമായിട്ട് എത്രയോ പാവങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വഴികൾ കണ്ടെത്തുന്നു. അവിടെ കൊടുക്കുന്നത് നഷ്ടമല്ലെന്നുള്ള തിരിച്ചറിവ്. ഞാൻ പാവങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലെ സ്വത്ത് സ്വരൂപിക്കുകയാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. സുവിശേഷത്തിൻ്റെ 3-ാമത്തെ ഭാഗം 27 തുടങ്ങി 31 വരെയുള്ള തിരുവചനങ്ങൾ, സത്യം പറഞ്ഞാൽ ഈ ധനാട് നന്നായപ്പോൾ ഒരുപാട് നന്നായി. അത് നേരത്തെ ആവണമെന്നായിരുന്നു. അവൻ പറഞ്ഞത് എന്താണ്? എനിക്ക് ഒരു ഉപകാരം ഞാൻ രക്ഷപ്പെടുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിതുപോലെ 5 സഹോദരങ്ങൾ വീട്ടിൽ ഉണ്ട്. എന്നെക്കാളും ദുഷ്ടന്മാരാണ് അവര്. അതുകൊണ്ട് നീ ലാസറിനെ ഒരു സന്ദേശവാഹകനായിട്ട് എൻ്റെ വീട്ടിലേക്ക് അയക്കണം. എൻ്റെ സഹോദരങ്ങളെ അവൻ ചെന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ വഴികൾ കണ്ടെത്തും. അബ്രഹാം അതിന് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. അബ്രഹാം പറയുകയാണ്, അവർക്ക് ഭൂമിയിൽ മോശയും പ്രവാചകന്മാരും ഉണ്ട്. നിങ്ങൾക്കറിയാം, മോശയും പ്രവാചകന്മാരും എന്ന പ്രയോഗം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെ സമ്പൂർണമായും സമഗ്രമായും ദ്യോതിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അതായത് സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സാധ്യതകളുണ്ട്. അപ്പൊ പറയാണ്, മരിച്ചവരിൽ നിന്നൊരുത്തൻ ഉയർത്തി ചെന്നാൽ അവർ വിശ്വസിക്കും. അബ്രഹാം അതിന് കൊടുത്ത മറുപടി എന്നെ കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ്. അവർ പറഞ്ഞെന്താണെന്നറിയാമോ? അബ്രഹാം മറുപടി പറയുന്നു, മോശയെയും പ്രവാചകന്മാരെയും അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ഉയർത്തു ചെന്നാൽ അവർ അവരെയും വിശ്വസിക്കുകയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അവസരങ്ങൾ അനുഗ്രഹങ്ങളാണ്. ദൈവം എനിക്കും നിങ്ങൾക്കും നൽകുന്ന അവസരങ്ങൾ. ഞാൻ ഈ ഷാലോമിൻ്റെ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞങ്ങളോട് പറയട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് തമ്പുരാൻ ഒരുക്കുന്ന അനുഗ്രഹത്തിൻ്റെ അവസരമാണ്. ഓരോ ധ്യാന കേന്ദ്രങ്ങൾ, ഓരോ ഇടവക പള്ളികൾ ആത്മീയ ശുശ്രൂഷകൾ, ഓരോ കുടുംബ കൂട്ടായ്മകളിലെ വരുന്ന ആത്മീയ ഉണർവിൻ്റെ യോഗങ്ങൾ, ഇവിടെയെല്ലാം തമ്പുരാൻ മാനസാന്തരത്തിലേക്ക് നിന്നെ വിളിക്കുകയാണ്. ഈ മാനസാന്തരത്തിൻ്റെ വിളികൾ കേൾക്കാൻ നിനക്ക് കഴിവുണ്ടാകണം. നീ അവസരങ്ങൾ പാഴാക്കിയാലേ, ഈ അവസരങ്ങളോട് ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയാലേ നിന്നെ സഹായിക്കാൻ ആർക്കും സാധിക്കില്ല, ദൈവത്തിന് പോലും സാധിക്കുകയില്ല. അബ്രഹാം ധനവാന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, എനിക്കും നിനക്കും തമ്മിൽ ആർക്കും നികത്തപ്പെടാൻ പറ്റാത്ത വിധത്തിൽ വലിയൊരു ഗർത്തമുണ്ട്. ഈ ഗർത്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശിക്ഷ എന്ന് പറയുന്നത് താൽക്കാലത്തേക്കുള്ളതല്ല, അത് നിത്യമാണ്, അത് നിത്യവിധിയാണ്, നിത്യശിക്ഷയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറെ കൂടെ കാഴ്ചപ്പാട് പുലർത്താം, കുറെ കൂടെ വിവേകം പുലർത്താം, പക്വതയുള്ളവരായിട്ട് നമുക്ക് പെരുമാറാം. ഈ കാണുന്ന മറിമായങ്ങൾ, ലോകത്തിൻ്റെ ചുറ്റും നടക്കുന്നതൊക്കെ നൈമിഷികങ്ങളായ നീർക്കുമിളകളാ. അത് നാളെ അവസാനിക്കും. ഞാൻ ഈ സുവിശേഷ ധ്യാനം ഒരുപക്ഷെ നമ്മുടെ ശവസംസ്കാര കർമ്മത്തിൽ പാടുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗീതകം പാടിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ ഈ ധനവാന്റെയും ലാസറിന്റെയും കഥയിലൊക്കെ കർത്താവ് ഒളിച്ചു വെച്ചിരിക്കുന്ന വലിയ വെളിപാടുകൾ ഈ ഗീതകത്തിൻ്റെ അകത്ത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതം അർത്ഥവത്തായിട്ട്, വിവേകപൂർണ്ണ, ഉത്തരവാദിത്വപൂർണമായിട്ട്, പക്വതയോടുകൂടെ ചിലവഴിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കട്ടെ. മാനസാന്തരത്തിൻ്റെ ദിവ്യ
വരം നൽകി കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കട്ടെ. ആമേൻ. അൾത്താരയിൽ പൂജ്യബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായണി ചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം ഈ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം സ്നേഹബഹുമാനപ്പെട്ട തട്ടിൽ പിതാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വലിയ വിശ്വാസത്തോടെ ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്ക് യാചനാപൂർവം നീട്ടിപ്പിടിക്കാം. വലിയ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തിയും സാന്നിധ്യവും നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. ഇടിമിന്നൽ പോലെ കർത്താവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. വലിയ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്ക്. കർത്താവെ പ്രവർത്തിക്കണമേ. വേദനിച്ചുകൊണ്ട് വളരെ നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈ മണിക്കൂറുകളിൽ കർത്താവെ നീ സ്പർശിക്കണമേ. ഭവനങ്ങളിൽ രോഗികളായി ജീവിതം മടുത്ത് നിരാശപ്പെട്ട് കഴിയുന്ന ഒരുപാട് വ്യക്തികളിലേക്ക് അവിടുത്തെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തിയും അധികാരവും ഒരുപാട് ജീവിതങ്ങളിലേക്ക് പകരണമേ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നിങ്ങൾ നോക്ക്. ഇതാ നമുക്ക് വേണ്ടി മുറിവേറ്റവൻ, നമുക്ക് വേണ്ടി പാപമായി മാറിയവൻ, നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നവൻ യേശുവിന്റെ തിരുമുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. കരമുയർത്തി, സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ സ്നേഹമോർത്ത കാൽവരിയാഗമോർത്ത അങ്ങയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ കർത്താവേ കരം നീട്ടണമേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഓരോ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, സൗഖ്യമാക്കണമേ. ദുരക്തത്താൽ കഴുകണമേ, തിരുമുറിവുകളാൽ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.